മറ്റൊരു ക്ലാസ്സിലേക്ക് വേണ്ടി കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഡിസംബർ 8-നാണ് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ മലയാളിയാണ് ഡോക്ടർ KN രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രഥമ പ്രാധാന്യം നൽകിയത് കൃഷിക്കായിരുന്നു. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹാരോൾഡ് ഡോമർ മാതൃകയിലുള്ള പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷിക്കും ജലസേചനത്തിനും ആയിരുന്നു. 1952 ഒക്ടോബർ 2-ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും കുടുംബാസൂത്രണ പദ്ധതിക്ക് ആവിഷ്കരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു. കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ നിർമ്മാണം നടന്നത് 1955, അതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ആയിരുന്നു. UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഫോം ചെയ്ത് 1953 ഡിസംബർ 28-നും അതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IIT-കൾ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു. ബക്രാനംഗൽ, ഹിരാക്കുഡ് തുടങ്ങിയ അണക്കെട്ടുകളുടെ നിർമ്മാണം നടന്നതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് 2.1% വളർച്ചയായിരുന്നു. പക്ഷേ കൈവരിച്ചത് 3.6% വളർച്ചയായിരുന്നു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇദ്ദേഹം ബക്രാനംഗൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും നന്നായി പഠിക്കട്ടോ.